ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാ മനസ്സിലാക്കി എത്രയോ പേര് ജീവിക്കും. കാരണം ഇയാളുടെ കൂടെ തന്നെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാനുണ്ട്. ഇവരെ സമ്മതിക്കത്തില്ല. ഇയാളില്ലാതെ പറ്റത്തില്ല. അതെനിക്ക് 100-150% എനിക്ക് ഉറപ്പാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്റെ വേണ്ടത്ത ഒരാളോട് ഞാൻ എന്തിനാ ഈ കെഞ്ചി പുറകോട്ട് പോയി യാചിച്ച് സ്നേഹം കണ്ടെത്തുന്നത്? എത്രയൊക്കെ നമ്മൾ ഇതിനെ ആവർത്തിക്കരുത് എന്നാഗ്രഹിച്ച് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് ഈ ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം, അതിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മാനസികമായിട്ടുള്ള പീഡനം, ഇതൊക്കെ അനുഭവിച്ച് ഒരു രീതിയിലും ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല എന്നറിയുമ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇവരെടുക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ. ഇപ്പം ഈ ന്യൂസ് വന്നിരിക്കുന്നത് കൊല്ലം സ്വദേശിയായ രേഷ്മ എന്ന യുവതി ആലപ്പുഴ സ്വദേശിയായ അജിത്ത് എന്ന ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. അതിനുള്ള കാരണങ്ങൾ ഇവരിവിടെ പറയുന്നുണ്ട്. എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാ മനസ്സിലാക്കി എത്രയോ പേര് ജീവിക്കും. കാരണം ഇയാളുടെ കൂടെ തന്നെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാനുണ്ട്. ഇവരെ സമ്മതിക്കത്തില്ല. ഇയാളില്ലാതെ പറ്റത്തില്ല. അതെനിക്ക് 100-150% എനിക്ക് ഉറപ്പാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്റെ വേണ്ടത്ത ഒരാളോട് ഞാൻ എന്തിനാ ഈ കെഞ്ചി പുറകോട്ട് പോയി യാചിച്ച് സ്നേഹം കണ്ടെത്തുന്നത്? ഇവിടെ ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, എന്നെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ്. ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ സഹായം ഇല്ലെങ്കിൽ പോലും സ്വന്തം കുഞ്ഞിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് അവർ തീരുമാനം എടുക്കുമ്പോൾ അവരെ പിറകോട്ട് വലിക്കുന്നത് ആരാന്നറിയോ? രക്ഷിതാക്കൾ. ഇത് ഞാൻ പല വീഡിയോസ് ചെയ്യുമ്പോഴും, അതായത് ഇതുപോലെ വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പെൺകുട്ടികൾ എനിക്കിവിടെ പറ്റുന്നില്ല, ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയ്യോ മോളെ, നീ കുറച്ച് നാളും കൂടെ അവിടെ പിടിച്ചു നിൽക്കുക, അവൻ നന്നായിക്കോളും, അവൻ ശരിയായിക്കോളും, നീ ഇപ്പം വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാണക്കേടാണ്, നിനക്കൊരു പെങ്ങളുണ്ട്, അവളുടെ ജീവിതം പോവും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും ആ ജീവിതത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തരുത്. അങ്ങനെ നിങ്ങളെ നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ വേറെ വഴിയില്ലാതാവും. അവർക്ക് പിന്നെ ആകെ കിട്ടുന്ന ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ, ആത്മഹത്യ. അവരതിലോട്ട് പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അവർക്ക് ആ ജീവിതത്തിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നാണെങ്കിൽ കോടതി പോ, ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്ക്. അവർ സന്തോഷത്തോടെ അവർ ജീവിക്കും. അല്ലാണ്ട് ജീവിതത്തിൽ ഒരു ആൺതുണ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. അവരൊറ്റയ്ക്ക് ജീവിക്കും. അവർക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട്, അതിനുള്ള മനക്കട്ടിയുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അതല്ലാണ്ട് ജീവിക്കില്ല, പിന്നെ ആണുങ്ങളില്ലാണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നിൽക്കരുത്. ഇഷ്ടംപോലെ പേരെ കിട്ടുമെന്ന് ഇങ്ങനൊക്കെ പറയുന്നതിനോട് ഞാൻ എന്തുവാ പറയേണ്ടത്? 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടുമെന്ന്. എടാ നാറി, പിന്നെ എന്തിനാടാ നീ കല്യാണം കഴിച്ചേ? നിനക്ക് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ നിന്റെ ആവശ്യത്തിന് കിട്ടുമെങ്കിൽ പിന്നെ നീ എന്തിനാ കല്യാണം കഴിച്ചേ? എന്തിനാ ആ പെങ്കൊച്ചിൻ്റെ ജീവിതം നശിപ്പിച്ചേ? ഏതെങ്കിലുമൊക്കെ നല്ല കുടുംബത്തിൽ പോയി നല്ല ആൾക്കാരുടെ കൂടെ ജീവിക്കേണ്ടിയിരുന്ന ആ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചിട്ട് അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടുമെന്ന്. എടാ ഉളുപ്പുണ്ടടാ നിനക്ക്? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെയൊക്കെ വളർത്തി ഇത്ര പോലെ എത്തിച്ച നിൻ്റെ വീട്ടുകാരുണ്ടല്ലോ, നിന്നെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിന്നെ എത്തിച്ച നിൻ്റെ വീട്ടുകാരെ, അവരെ പറയണം. മനസ്സിലായോ? അവരെയാണ് ആദ്യം പറയേണ്ടത്. ഇതുപോലുള്ള മക്കളെ ജനിപ്പിച്ച് വളർത്തി ഇതുപോലെ സംസാരിക്കാനാക്കിയില്ലേ, അതിനവർക്ക് അവാർഡ് കൊടുക്കണം. 1000 രൂപയ്ക്ക് എനിക്ക് ഇഷ്ടം പോലെ കിട്ടുമെന്ന്. എടാ പോടാ, അങ്ങനെയാണെങ്കിൽ നീ പോണമായിരുന്നു. അല്ലാണ്ട് ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതവും നശിപ്പിച്ച് അതിനെ ആത്മഹത്യയിലോട്ടും തള്ളിവിടുമല്ലായിരുന്നു വേണ്ടിയിരുന്നത്. മോളെങ്ങനെ ഉണ്ടല്ലോ, നീ അതിനെ ഇനി എങ്ങനെ നോക്കും? അതിനിപ്പോൾ അതിനെ നോക്കിയില്ലല്ലോ, എന്താ അല്ലേ? ഭാര്യയുടെ വീട്ടുകാരുണ്ടല്ലോ, അവരെ നോക്കിക്കോളുമല്ലോ അല്ലേ? ഭാര്യയായിട്ട് മരുമോന് അവിഹിത ബന്ധമായിരുന്നു. അടുത്ത മാസം ഈ ചേട്ടത്തി എന്ന് പറയുന്ന ചേട്ടന്റെ ഭാര്യ ഗൾഫിൽ നിന്ന് വരും.
എൻ്റെ മോളെ അവിടുന്ന് ഒഴിവാക്കണം, നീ ഇവിടുന്ന് പോകണം എന്നൊക്കെ മോളോട് ആവശ്യപ്പെട്ടു. നീ ഇവിടെ പട്ടിയെ പോലെ വേണേ കിടന്നോ, എനിക്ക് എൻ്റെ ചേട്ടത്തിനെ മതി എന്നൊക്കെ അവളോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ വിഷമത്തിലാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്തത്. കൊള്ളാം, നല്ലതാ. ഇവർ ഈ പറഞ്ഞതിൽ വാസ്തവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അഥവാ ഈ പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിൽ പൊന്നെ ചേട്ടാ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് വേറെ വല്ല പെണ്ണിൻ്റെ പിറകെ പൊക്കോ. അല്ല, അനിയനായിട്ട് അവിഹിത ബന്ധമാണ് ഭാര്യയ്ക്ക്, അതൊന്ന് അറിയുന്നത് നന്നായിരിക്കും. കഷ്ടപ്പെടാ നിന്നൊക്കെ. ഈ ചേട്ടൻ്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ചേട്ടത്തിയമ്മന്നോ അമ്മന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അവരുമായിട്ട് വരെ നിനക്ക് ഈ പരിപാടിയാണെങ്കിൽ നീ 1000 രൂപയ്ക്ക് 10 അല്ലെങ്കിൽ 100 കിട്ടും എന്ന് പറഞ്ഞതിൽ തെറ്റ് പറയാനില്ല. കാരണം നിൻ്റെ സ്വഭാവം ഇതിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കാം. നീ മഹാ ചെറ്റയും നാറിയുമാണ്. ഇതിന് ആത്മഹത്യാ പ്രേരണയ്ക്ക് മാത്രം കേസെടുത്തിട്ട് ഇവനെ കൊണ്ടുപോയി കുറച്ച് നാൾ ജയിലിട്ട് പുറത്തിറക്കരുത്. അതിൽ കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കുക. കാരണം ഇവനൊക്കെ കല്യാണം കഴിക്കും പുറത്തിറങ്ങി കഴിയുമ്പോൾ. വീണ്ടും വേറൊരു പെങ്കൊച്ചിൻ്റെ ജീവിതം കൂടെ നശിക്കും. അവളുടെ അടുത്ത് അല്ലെങ്കിൽ അവൾ വന്നു കഴിയുമ്പോഴും ഈ നാറി ചിലപ്പോൾ ഇതേ ഡയലോഗ് പറയും, 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും. ഇതുപോലെയുള്ള നാറികളെ ഇനിയെങ്കിലും ഫോട്ടോ സഹിതം ഇവിടെ ന്യൂസിലും ഞാനും കൊടുക്കുന്നുണ്ട്. ഈ നാറിക്ക് ഇനി മുതൽ പെണ്ണ് കൊടുക്കരുത്. പ്രേമിക്കാൻ പോലും പെണ്ണുങ്ങൾ തയ്യാറാവരുത്. കാരണം ജീവിതം പോവും മക്കൾ ഇവൻ്റെയൊക്കെ കൈ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ശരി എന്നാൽ.